ആ ഗോൾഡ് സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അതിപ്പോൾ ഞങ്ങളുടെ കയ്യിൽ എത്താൻ പോവുകയാണ്, നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആഫ്രിക്കക്കാരി പെണ്ണ് വന്ന് വിക്ടറിന്റെ കഴുത്തറുത്ത് കൊല്ലും. അപ്പോഴേക്കും ക്ലേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ക്ലേ അന്വേഷിച്ച ആ ഫ്ലൈറ്റിലൂടെ ആഫ്രിക്കക്കാരി പെണ്ണ് നടക്കുമ്പോഴാണ് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന കാറിൽ വിക്ടറും നെട്ടും ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണ് സാന്റിയാഗോ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്റെ ചേട്ടനെ കൊന്ന ആ ആഫ്രിക്കക്കാരി പെണ്ണിനോട് ഫൈറ്റ് ചെയ്യാനായി നെട്ട് പോകും. എന്നാൽ അപ്പോഴേക്കും വിക്ടർ പാരച്യൂട്ടും എടുത്ത് ഫ്ലൈറ്റിൽ നിന്ന് ചാടും. എന്നാൽ പെട്ടെന്ന് ആ ഫ്ലൈറ്റിലുള്ള ലഗേജ് എല്ലാം താഴേക്ക് മറിയുകയും നെട്ടും അതിനോടൊപ്പം താഴേക്ക് പോവുകയും ചെയ്യും. അപ്പോഴേക്കും ക്ലേയും പിടിച്ചുകൊണ്ട് ഒരുത്തൻ അങ്ങോട്ടേ വന്നിരുന്നു. എന്നാൽ ക്ലേ അവനെ അടിച്ചു വീഴ്ത്തിയ ശേഷം ഫ്ലൈറ്റിലുണ്ടായിരുന്ന കാറും എടുത്ത് ഡ്രൈവ് ചെയ്ത് മുന്നിലോട്ട് വരുമ്പോൾ പെട്ടെന്ന് നെട്ട് ആ കാറിന്റെ ഫ്രണ്ടിൽ പെടുകയും അവർ രണ്ടുപേരും ഫ്ലൈറ്റിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യും. എന്നാൽ താഴേക്ക് വരുന്ന നെട്ടിനെ ക്ലേ പെട്ടെന്ന് പിടിച്ച ശേഷം പാരച്യൂട്ടുള്ള ഒരു ലഗേജിലേക്ക് വലിച്ചു കയറ്റും. അങ്ങനെ അവർ രണ്ടുപേരും സേഫായി ഫിലിപ്പീൻസിലെ ഒരു കടലിൽ വന്ന് വീഴും. ഇപ്പോൾ ക്ലേ പറയും, ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിച്ചതല്ല, അത് എന്റെ ജോലിയാണ് ചെയ്തത്, അതുകൊണ്ട് നിനക്ക് എന്നോട്